നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സംശയം നീളുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക്. എന്നാൽ ഈ പ്രസിഡന്റിനെതിരെ തൽക്കാലം അന്വേഷണം ഉണ്ടാകില്ല. രാഷ്ട്രീയ വിവാദം ഭയന്ന് കരുതലോടെ മാത്രമേ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടൂ. അതിനിടെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനും സർക്കാർ നടപടി തുടങ്ങി. ഇതിനായി ഓർഡിനൻസ് കൊണ്ടുവന്നേക്കും. NSSന്റെ കൂടി താൽപര്യം പാലിച്ചാണ് ഓർഡിനൻസ്. ദേവസ്വം ബോർഡിന്റെ കാലാവധി 4 വർഷമാക്കുന്നതും പരിഗണനയിലുണ്ട്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി 2019 ശേഷവും ഇളക്കി മാറ്റാൻ ശ്രമം നടന്നുവെന്ന് രേഖകൾ പറയുന്നു. ഇതിന്റെ ഭാഗമായി 2023 കത്തിടപാടുകൾ നടന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ആധുനികമായ രീതിയിൽ സ്വർണം പൂശി എത്തിച്ചുവെന്ന് പറയുന്ന സ്വർണ്ണപ്പാളിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഇടപെടലിൽ ഇളക്കി മാറ്റാൻ ശ്രമം നടന്നത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചുവെന്നാണ് വിവരം. എന്നാൽ ഇതിൽ ഇടപെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പങ്കും സംശയത്തിന്റെ നിഴലിലാണ്. ഇതിനൊപ്പമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചർച്ചകളിലേക്ക് വരുന്നത്. 2019 സ്വർണം പൂശാനായി സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ 42 കിലോ ഉണ്ടായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ 38 കിലോ ആയി കുറഞ്ഞത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ്. ഇതിന് പിന്നാലെയാണ് അതിനുശേഷവും സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കാൻ നീക്കം നടത്തിയിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് സംശയം. ഇദ്ദേഹത്തെ ശനിയാഴ്ച ചോദ്യം ചെയ്തേക്കും. ഈ വിവാദത്തിനിടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടി നൽകും വിധമാണ് ഭേദഗതി. ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ അടുത്ത ജൂൺ വരെയാക്കും. ശബരിമല സീസണിന് മുമ്പാണ് നിലവിൽ കാലാവധി അവസാനിക്കുന്നത്. പുതിയ ഭരണസമിതിക്ക് ശബരിമല നിയന്ത്രണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഭേദഗതി. നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവരും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമെന്നാണ് സംശയം. മറ്റ് സംസ്ഥാനങ്ങളിൽ പണപ്പിരിവ് നടത്തിയതടക്കം കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക സ്വദേശികളായ സമ്പന്നരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനിടെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും തുറന്നു സമ്മതിച്ചു. കോടതി അവർക്ക് മുന്നിൽ വന്ന കാര്യങ്ങൾ വെച്ചാണ് സംസാരിച്ചത്. സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ബോർഡിന്റെ പക്കലുണ്ട്. 18 ലോക്കറുകളിലായി സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 467 കിലോഗ്രാം സ്വർണം മോണിറ്റൈസേഷനായി റിസർവ് ബാങ്കിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയെല്ലാം കൃത്യമായ രേഖകളുണ്ട്. എന്നാൽ ഈ രേഖകൾ ഹൈക്കോടതിക്ക് മുന്നിലും സമർപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണതാണെന്നും അയാളുടെ കാര്യം തീരുമാനമാകുമെന്നും പ്രശാന്ത് പറഞ്ഞു. സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവനായി വഹിക്കുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിന് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടുന്ന തുക 6 ലക്ഷം രൂപയാണ്. എന്നാൽ ഇതിന്റെ 4-5 ഇരട്ടി തുകയാണ് ഇയാൾ പിരിച്ചിരിക്കുന്നത്. സാധുക്കളായവർക്ക് അയ്യപ്പ ഭക്തരുടെ സഹായത്താൽ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ കായംകുളം കണ്ണമ്പള്ളിയിലാണ് 2 നിർധനർക്ക് വീട് വെച്ച് കൊടുത്തത്. ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താത്ത 2 അയ്യപ്പ ഭക്തരായിരുന്നു സാമ്പത്തിക സഹായം നൽകിയത്. 2019 ഓഗസ്റ്റ് 29 ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ദ്വാരപാലക ശില്പപാളികൾ എത്തിക്കുന്നത്. ഇതിനു മുൻപ് 1 മാസത്തോളം ഇയാൾ അനധികൃതമായി സ്വർണ്ണപ്പാളി കയ്യിൽ സൂക്ഷിച്ചു. ഇതും ദുരൂഹമാണ്. സ്വർണം പൂശുന്നതിന് മുമ്പായി 38,258 ഗ്രാം ചെമ്പുപാളികൾ കണ്ടിട്ടുണ്ടെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അതിവിശ്വസനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 26 വർഷം മുമ്പ് വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പപാളിയിൽ നിന്ന് നഷ്ടമായത് 4 കിലോ സ്വർണ്ണമാണ്. സ്വർണം പൂശിയ പാളി ചെമ്പുപാളിയായി മാറിയത് അറിഞ്ഞിട്ടും മറച്ചു വെച്ചതും ദേവസ്വം ബോർഡാണ്.